കഥയുടെ തുടക്കത്തിൽ തന്നെ 1937 മോഡൽ ബുഗാട്ടി കാറിന്റെ ലേലം വിളിയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ബുഗാട്ടി ടൈപ്പ് 57 SC അറ്റ്ലാന്റിക് എന്ന മോഡലാണ്. ഈ കാർ ലോകത്തിൽ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാണ് ഇവിടെ ലേലത്തിനായി വെച്ചിട്ടുള്ളത്. $30 മില്യൺ ലേലം ആരംഭിച്ചത്. വാശിയേറിയ ലേലം വിളിയാണ് പിന്നീട് നടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്ക് എന്നാണ്. ഫ്രാങ്ക് ലേലം വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ മുതലാളിയുടെ നിർദ്ദേശപ്രകാരമാണ്. മുതലാളി കോളിലെ കൂടി ഒരു ഫിഗർ പറയും, ആ ഫിഗർ ഫ്രാങ്ക് വിളിക്കും. അപ്പോൾ ഇവിടെ വാശിയേറിയ ലേലം നടക്കുന്നത് ഫ്രാങ്കിന്റെ മുതലാളിയും അതേപോലെ പണക്കാരിയായ ഒരു ബിസിനസ്സുകാരും തമ്മിലാണ്. പുള്ളിക്കാരി $38 മില്യൺ വിളിച്ചപ്പോൾ ഫ്രാങ്ക് 39 മില്യൺ വിളിച്ചു. അപ്പോൾ വീണ്ടും പുള്ളിക്കാരി $40 മില്യൺ കയറ്റി വിളിച്ചു. അപ്പോൾ ഫ്രാങ്ക് ആണെങ്കിൽ $41 മില്യൺ വിളിച്ചു. സോ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് തനിക്ക് ഒതുങ്ങുന്നതല്ല എന്ന്. അങ്ങനെ ലേലം വിളി ഫ്രാങ്ക് വിജയിച്ചു. $41 മില്യൺ ഫ്രാങ്കിന്റെ മുതലാളി ആ ബുഗാട്ടി കാർ സ്വന്തമാക്കി. ഇനി നമ്മുടെ കഥാനായകന്മാരെ പരിചയപ്പെടാം. ഇവര് രണ്ടുപേരും സഹോദരങ്ങളാണ്. മൂത്തയാളുടെ പേര് ആൻഡ്രൂ ഫോസ്റ്റർ എന്നും അവന്റെ അനിയന്റെ പേര് ഗാരറ്റ് ഫോസ്റ്റർ എന്നുമാണ്. സോ ഇവര് ഒരു പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, $41 മില്യൺ വിറ്റുപോയ ബുഗാട്ടി കാർ മോഷണം നടത്താനാണ് ഇവരുടെ ഉദ്ദേശം. ആ ബുഗാട്ടി കയറ്റിക്കൊണ്ടു പോകുന്ന ട്രക്ക് ഇതുവഴിയാണ് പാസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ ആ ട്രക്ക് ദൂരെ നിന്ന് വരുന്നത് അവര് കണ്ടു. ഗാരറ്റ് തന്റെ BMW കാർ സ്റ്റാർട്ട് ചെയ്തു. ആ പാലത്തിന്റെ മുകളിൽ നിന്ന് ട്രക്കിന്റെ മുകളിലേക്ക് ചാടാനാണ് ആൻഡ്രൂവിന്റെ പ്ലാൻ. അതേപോലെ ഗാരറ്റ് ആണെങ്കിൽ BMW കാറിൽ ട്രക്കിന്റെ മുന്നിൽ ചെന്ന് ട്രക്ക് സ്ലോ ചെയ്യും. പക്ഷെ ഇവിടെ ആൻഡ്രൂ ട്രക്കിന്റെ മുകളിലേക്ക് ചാടിയപ്പോൾ അവന് ട്രക്കിൽ നിന്ന് വീഴാനായി. അപ്പോൾ ഗാരറ്റ് BMW സൈഡ് ആക്കിക്കൊണ്ട് അതിന്റെ സപ്പോർട്ടിൽ ആൻഡ്രൂ ട്രക്കിന്റെ മുകളിലേക്ക് കയറി. ഗാരറ്റ് BMW കാർ ട്രക്കിന്റെ മുന്നിൽ നിന്ന് സ്ലോ ആക്കുമ്പോൾ ഫ്രാങ്കിന് മനസ്സിലായി ഇവന്മാര് ബുഗാട്ടി മോഷ്ടിക്കാൻ വന്നവരാണ് എന്ന്. ട്രക്ക് ഡ്രൈവർ ട്രക്ക് സ്ലോ ആക്കുമ്പോൾ ഫ്രാങ്ക് ഡ്രൈവറിന്റെ നേർക്ക് തോക്ക് ചൂണ്ടി ആ കാർ ഇടിച്ചു കയറ്റാനായി പറയുകയാണ്. അങ്ങനെ തോക്കിന്റെ ഭീഷണിയിൽ ആ ട്രക്ക് ഡ്രൈവർ ഗാരറ്റിന്റെ BMW കാറിലേക്ക് ക്രാഷ് ചെയ്യുകയാണ്. അതേപോലെ ഫ്രാങ്ക് ഗാരറ്റിനെ ഷൂട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗാരറ്റ് അതിസാഹസികമായി BMW കാറിൽ നിന്ന് ട്രക്കിന്റെ മുകളിലേക്ക് ചാടിക്കയറി. അങ്ങനെ അവര് രണ്ടുപേരും അതിസാഹസികമായിട്ട് തന്നെ അത് ഓപ്പൺ ചെയ്ത് ബുഗാട്ടി കാറിൽ കയറി. ഫ്രാങ്ക് അവരെ ഷൂട്ട് ചെയ്യാൻ ട്രക്കിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. എന്നാൽ ഈ സമയം ആ ട്രക്കിന്റെ കൺട്രോൾ വിട്ട് ട്രക്ക് ക്രാഷ് ആവുകയാണ്. അതേസമയം തന്നെ ആൻഡ്രൂ ബുഗാട്ടി സ്റ്റാർട്ട് ചെയ്ത് ട്രക്കിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ അതിസാഹസികമായിട്ട് തന്നെയാണ് അവര് രണ്ടുപേരും കൂടി $41 മില്യൺ വില വരുന്ന ആ ബുഗാട്ടി കാർ മോഷ്ടിച്ചത്. പക്ഷെ ഈ മോഷണം നടത്തിയതിനു ശേഷം ഈ സഹോദരങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് നേരിടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. അതിനു മുൻപ് ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ ഓൾമോസ്റ്റ് 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അതെനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ആൻഡ്രൂയും ഗാരറ്റും തനി ചില ആഡംബര കാറുകൾ മോഷ്ടിക്കുന്നത്. അവരുടെ സംഘത്തിൽ ഒരാൾ കൂടിയുണ്ട്. അതാണ് ആൻഡ്രൂയുടെ കാമുകിയായ സ്റ്റെഫനി. പക്ഷെ പുള്ളിക്കാരിയെ ഇപ്പോൾ ആൻഡ്രൂ അവരുടെ മിഷനിലേക്കൊന്നും കൂട്ടാറില്ല. പുള്ളിക്കാരിയുടെ ജീവൻ അപകടത്തിലാവുന്നത് കൊണ്ട്. അപ്പോൾ ആ കാര്യം പറഞ്ഞ് സ്റ്റെഫനി ആൻഡ്രൂയുമായി വഴക്കിടുന്നൊക്കെയുണ്ട്. ഞാൻ പണ്ട് മുതലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ വരുന്നതല്ലേ, പിന്നെ ഇപ്പോൾ നീ എന്തിനാണ് എന്നെ എല്ലാത്തിനും ഒഴിവാക്കുന്നത് എന്നൊക്കെ സ്റ്റെഫനി ആൻഡ്രൂവിനോട് ചോദിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഹാക്കിംഗ് അങ്ങനെ പല കാര്യങ്ങളിലാണ് സ്റ്റെഫനി എക്സ്പേർട്ട് ആയിട്ടുള്ളത്. പുള്ളിക്കാരുടെ ആ ബ്രില്യൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരുപാട് ആഡംബരമായിട്ടുള്ള റെയർ കാറുകൾ മോഷണം നടത്തിയിട്ടുണ്ട്. അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ആഡംബര കാർ മോഷ്ടിച്ച സന്തോഷമാണ് അവർ ഇവിടെ ആഘോഷിക്കുന്നത്. ഗാരറ്റിന് കാമുകിയൊന്നുമില്ല. നിനക്ക് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി തരുമെന്ന് സ്റ്റെഫനി ഗാരറ്റിനോട് പറയുന്നുണ്ട്. എന്നാൽ ഗാരറ്റ് അതിനോടൊന്നും താല്പര്യം കാണിക്കുന്നില്ല. അവര് മോഷണം നടത്തിയ ബുഗാട്ടി അവര് വിൽക്കാനായി പോയത് പനാഹി എന്ന കാർ ഡീലറിന്റെ അടുത്തേക്കാണ്. എന്നാൽ അദ്ദേഹം ഈ കാർ കണ്ടപ്പോൾ ഷോക്കായി. കാരണം ഈ കാറിന്റെ ഉടമ സാധാരണക്കാരനല്ല. പനാഹിയുടെ ആ സ്ഥലത്തേക്ക് അവന്മാരെ പിടികൂടനെ ഫ്രാങ്കും സംഘവും എത്തിയിട്ടുണ്ട്. അവരെ ഇടിച്ച് മുതലാളിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹമാണ് $41 മില്യൺ ബുഗാട്ടി സ്വന്തമാക്കിയ ജാക്കോമോ മോറിയർ. ജാക്കോമോ മോറിയർ വലിയ ഒരു ബിസിനസ്സുകാരനും അതേപോലെ ഒരു ഗാങ്സ്റ്ററുമാണ്. അദ്ദേഹത്തിന്റെ ഹോബി ലോകത്തിലെ വളരെയധികം റെയർ ആയിട്ടുള്ള കാറുകൾ കളക്ട് ചെയ്യുക എന്നതാണ്. സോ ജാക്കോമോ മോറിയർ ആൻഡ്രൂവിനും ഗാരറ്റിനും ഇവിടെ കെട്ടിയിട്ടതായി കാണാം. ജാക്കോമോ അവരോട് പറയാണ്, നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മോഷ്ടിച്ചത് ഞാൻ ഏറെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ കാറാണ്. മക്കളെ, നിങ്ങൾക്ക് ആള് മാറിപ്പോയി. രണ്ട് പീറ പയ്യന്മാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ ജാക്കോമോ മോറിയറിന്റെ കാറ് മോഷ്ടിക്കാൻ? അവരെ രണ്ടുപേരും വെടിവെച്ച് കൊല്ലാൻ ജാക്കോമോ തോക്ക് ലോഡ് ചെയ്തു. പക്ഷെ ജാക്കോമോ ആദ്യം വെടിവെച്ചത് അവരെയല്ല, പകരം ആ കാറ് അവര് വിൽക്കാനായി പോയ
പോയ കാർ ഡീലർ പനാഹിനെയാണ്. എന്നിട്ട് തന്റെ ആൾക്കാരോട് അവരുടെ രണ്ടുപേരുടെയും കെട്ടഴിക്കാനേ പറഞ്ഞു. എന്നിട്ട് ജാക്കോമോ മോറിയർ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ കാർ കളക്ഷൻ ഗ്യാരേജിലേക്കാണ്. അവിടെ ഉള്ളതൊക്കെ സാധാരണ കാർസ് ഒന്നുമല്ല, അത്രത്തോളം ആഡംബരമായിട്ടുള്ള ലോകത്തിലെ തന്നെ വളരെയധികം റെയർ ആയിട്ടുള്ള കാർസ് ആണ്. അതൊക്കെ കണ്ട് ആൻഡ്രൂവിന്റെയും ഗാരറ്റിന്റെയും കിളിവാറി. അവർക്ക് മനസ്സിലായി ജാക്കോമോ മോറിയർ ഒരു ചെറിയ മീനല്ല, വലിയ സ്രാവാണ് എന്ന്. ശേഷം ജാക്കോമോ തോക്ക് റീലോഡ് ചെയ്യുകയാണ്, അവരെ രണ്ടുപേരും വെടിവെച്ച് കൊല്ലാൻ. അപ്പോൾ അവര് രണ്ടുപേരും ജാക്കോമോനോട് പറയാണ്, സർ, നമ്മൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, താങ്കൾക്ക് വേണ്ടി പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ അതൊന്നും കേൾക്കാൻ താല്പര്യപ്പെടാതെ അവരെ വെടിവെക്കാനായി ജാക്കോമോ പോകുമ്പോൾ അവര് രണ്ടുപേരും ഒരേ സമയം മാക്സ് ക്ലംബ് എന്ന പേര് പറയുകയാണ്. ആ പേര് കേട്ടപ്പോൾ ജാക്കോമോ മോറിയർ തോക്ക് താഴ്ത്തി. അപ്പോൾ ആരാണ് മാക്സ് ക്ലംബ്? ജാക്കോമോ മോറിയറിനെ പോലെ തന്നെ മറ്റൊരു പണക്കാരനാണ് മാക്സ് ക്ലംബ്. എന്നാൽ മാക്സിന്റെ കാർ കളക്ഷന് ജാക്കോമോ മോറിയറിനേക്കാൾ എത്രയോ അധികം വലുതാണ്. അതേപോലെ മാക്സ് ഒരു കടുത്ത ഫെറാറി ആരാധകനാണ്. അദ്ദേഹത്തിന്റെ കൈവശം അത്രത്തോളം റെയർ ആയിട്ടുള്ള വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫെറാറി കാർ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ മാക്സ് ക്ലംബ് ജാക്കോമോനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ക്രൂരനായ ഗാങ്സ്റ്റർ കൂടിയാണ്. സോ നമ്മുടെ പ്ലാൻ അതൊന്നുമല്ല, മാക്സ് ക്ലംബിന്റെ കൈവശം വളരെയധികം റെയർ ആയിട്ടുള്ള അവന്റെ അച്ഛന് സമ്മാനിച്ച ഒരു 1962 മോഡൽ ഫെറാറി 250 GTO കാറുണ്ട്. ആ കാറിന്റെ വാല്യൂ മാത്രമല്ല അധികം, അത് അത്രത്തോളം റെയർ കാർ കൂടിയാണ്. ആ കാർ ഇവിടെ മെർസൈൽ തന്നെയുണ്ട്. അത് മോഷ്ടിക്കാനാണ് നമ്മുടെ പ്ലാൻ. അത് മോഷ്ടിച്ചാൽ ആ കാർ ഞങ്ങൾ താങ്കൾക്ക് കൈമാറാം എന്നാണ് ആൻഡ്രൂ ജാക്കോമോ മോറിയറിനോട് പറഞ്ഞത്. അപ്പോൾ ജാക്കോമോ അദ്ദേഹവും മാക്സ് ക്ലംബുമായിട്ടുള്ള ശത്രുതയെക്കുറിച്ചും പറയുന്നുണ്ട്. ജാക്കോമോനേക്കാൾ ചെറിയ ഒരു ബിസിനസ്സുകാരനായിരുന്നു മാക്സ്. എന്നാൽ അവൻ വളർന്ന് എന്നേക്കാൾ ഉയരത്തിലെത്തി. ബെർലിനിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലും അവനാണ് കിട്ടിയത്. അവനോട് എനിക്കുള്ള പക വീട്ടാൻ ഇത് നല്ലൊരു അവസരം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ അധിക സമയമൊന്നും തരത്തില്ല, ഒരേ ഒരു ആഴ്ച. അതിനുള്ളിൽ ആ ഫെറാറി എന്റെ ഗാരേജിൽ എത്തിയിരിക്കണം. അതായിരുന്നു ജാക്കോമോന്റെ ഡീൽ. ശേഷം ജാക്കോമോന്റെ ആൾക്കാർ അവരെ പിടിച്ച് ബോട്ടിൽ കയറ്റി കരയുടെ അടുത്ത് എത്തിയപ്പോൾ വെള്ളത്തിലിട്ടു. അവര് കരയിൽ നീന്തി കയറി. സോ ഇവിടെ ആൻഡ്രൂ ഒരു റിങ് വാങ്ങിയതായി കാണാം. അപ്പോൾ ആൻഡ്രൂക്ക് സ്റ്റെഫനിയെ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. ഞാൻ അവളെ പ്രൊപ്പോസ് ചെയ്ത് അവളുടെ കൂടെ കുടുംബജീവിതം തുടങ്ങാനായിട്ട് പോവുകയാണ്. അതേപോലെ ഇത് നമ്മൾ ചെയ്യുന്ന അവസാനത്തെ മോഷണമായിരിക്കും, ഇതോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കുമെന്നൊക്കെ ആൻഡ്രൂ പറഞ്ഞപ്പോൾ, എന്ത് അവസാനിപ്പിക്കാനോ? ഈ തൊഴിലിന് ഒരു അവസാനമില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മൾ രണ്ടുപേരും ഈ കാര്യത്തിൽ മിടുക്കരാണ്. എന്തിന് നമ്മൾ ഇത് അവസാനിപ്പിക്കണം എന്നൊക്കെ ഗാരറ്റ് പറയുന്നുണ്ടെങ്കിലും ആൻഡ്രൂ അതൊന്നും കാര്യമാക്കുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ പേടിച്ചിട്ട് സ്റ്റെഫനി നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നടന്ന കാര്യങ്ങൾ എല്ലാം ഗാരറ്റ് പറഞ്ഞു. അതേപോലെ ഈ മിഷൻ ചെയ്യാൻ അവർക്ക് വെറും ഒരാഴ്ച സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യും, ഞാനും കൂടെയുണ്ട് എന്നൊക്കെ സ്റ്റെഫനി പറഞ്ഞപ്പോൾ ആൻഡ്രൂ പുള്ളിക്കാരോട് ഇതിൽ നിന്ന് നീ വിട്ടു നിൽക്കാൻ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റെഫനി പുള്ളിക്കാരിയുടെ ഒരു കൂട്ടുകാരിയെ കുറിച്ച് പറയുകയാണ്. അവളുടെ പേര് ഡെവിൻ എന്നാണ്. അവൾക്ക് ആരെയും എളുപ്പത്തിൽ മോഷ്ടിക്കാനേ സാധിക്കും. അവൾ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. സോ ഇവിടെ ഡെവിന് രണ്ട് ആൾക്കാരുടെ സാധനങ്ങൾ മോഷ്ടിക്കാനായി ശ്രമിച്ചപ്പോൾ പോലീസ് പുള്ളിക്കാരിയെ പിടികൂടി. എന്നിട്ട് അവിടുന്ന് പുറത്താക്കി. ശേഷം അവിടെ വന്ന സ്റ്റെഫനിയെ കാണാനായിട്ട് ഡെവിൻ നടന്നു വരികയാണ്. സ്റ്റെഫനി ഗാരറ്റിനോട് അവൾ സിംഗിൾ ആണ്, നിനക്ക് നല്ല മാച്ച് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, അയ്യേ അവളോ? അവൾ ഒരു കള്ളിയാണ്, അവൾ ഒരു തീഫാണ് എന്ന് ഗാരറ്റ് പറയുകയാണ്. അപ്പോൾ നമ്മളോ എന്ന് ആൻഡ്രൂ ചോദിച്ചു. അതായത് അവരും കള്ളന്മാർ തന്നെയാണ്. അവരങ്ങനെ ഡെവിനെ പരിചയപ്പെട്ടു. തന്നെ പിടിച്ചു പുറത്താക്കിയ പോലീസ് ഓഫീസേഴ്സിന്റെ ID കാർഡ്സ് മോഷ്ടിച്ചത് ഡെവിൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇത് മനസ്സിലാക്കിയ പോലീസ് പുള്ളിക്കാരിയെ പിടികൂടനെ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാൽ ഡെവിൻ ഓടി രക്ഷപ്പെട്ടു. സോ ഇവിടെ ഇവര് 4 പേരും വന്നിട്ടുള്ളത് ലിയോൺ എന്ന ആളെ കാണാൻ വേണ്ടിയാണ്. ലിയോൺ ഒരു ബോംബ് സ്പെഷ്യലിസ്റ്റ് ആണ്. ലിയോണിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ അവനെ ഏത് സെക്യൂരിറ്റിയുടെ ലോക്കോ ഡോർസോ ബോംബ് വെച്ച് തകർക്കാൻ സാധിക്കും. അതായത് ഒരു മികച്ച ബോംബ് സ്പെഷ്യലിസ്റ്റ് ആണ് ലിയോൺ. ലിയോണിനെയും അവർ അവരുടെ ടീമിൽ എടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് വേണ്ടത് കുറച്ച് ഡ്രൈവേഴ്സിനെയാണ്, അതായത് വളരെയധികം വേഗത്തിൽ കാർ ഓടിക്കാൻ അറിയുന്ന ഡ്രൈവേഴ്സ്. അപ്പോൾ ഇവിടെ 4 സ്പോർട്സ് കാർസ് വളരെ വേഗത്തിൽ പോകുന്നത് കാണാം. അപ്പോൾ ഈ 4 പേരാണ് ഈ 4 കാർസ് ഓടിച്ചത്. അവർ എത്രത്തോളം വേഗത്തിലാണ് വണ്ടി ഓടിച്ചത് എന്നൊക്കെ ആൻഡ്രൂ ടൈമർ വെച്ച് നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ 4 പേരും മികച്ച ഡ്രൈവേഴ്സ് തന്നെയാണ് എന്ന്. അപ്പോൾ ഇനി അവരുമായിട്ട് ഒരു ഡീലാക്കണം. ഒരൊറ്റ ദിവസത്തേക്ക് കുറച്ച് സമയം കാർ ഓടിക്കാൻ $5000 ആണ് അവര് ഉറപ്പിച്ച ഡീല്. അതായത് 4 പേർക്കും $5000 വീതം. അന്ന് രാത്രി അവര് 4 പേരും അവരുടെ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ അവിടെ ഒരുത്തൻ കയറി കൂടിയിട്ടുണ്ട്. അവന്റെ അടുത്തേക്ക് ബേസ്ബോൾ ബാറ്റുമായി ആൻഡ്രൂ ചെന്നു. നീ ആരാണ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവൻ വേറെ ആരുമല്ല, ജാക്കോമോ മോറിയറിന്റെ സ്വന്തം സഹോദരനാണ്, ലോറന്റ് മോറിയർ. നിങ്ങളെ വാച്ച് ചെയ്യാൻ ജാക്കോമോ അയച്ചതാണ് എന്നെ. നിങ്ങൾക്ക് മാക്സ് ക്ലംബിന്റെ അടുത്തേക്ക് എത്തണം അല്ലെ? അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിക്ക് ഒരാളെ അറിയാം. അവൻ വിചാരിച്ചാൽ നിങ്ങൾക്ക്
നിഷ്പ്രയാസം മാക്സ് ക്ലംബിന്റെ അടുത്ത് എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ അവന്റെ പേരാണ് കൂൺ. കൂണാണ് മാക്സ് ക്ലംബിന് വേണ്ടി പല ഇല്ലീഗൽ ഡീലിംഗ്സ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മാക്സ് ക്ലംബിന്റെ അടുത്ത് എത്തിപ്പെടണം, അതിന് താങ്കൾ ഞങ്ങളെ സഹായിക്കണമെന്ന് അവർ കൂണിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്. എന്നാൽ കൂണാണെങ്കിൽ അവർ എത്രത്തോളം മികച്ചവരാണ് എന്ന് ടെസ്റ്റ് ചെയ്യാൻ അവരെ കൂട്ടി ഒരു റൺവേയിലേക്ക് ചെന്നു. അപ്പോൾ കൂൺ ആൻഡ്രൂവിനോട് ഒരു കാര്യം പറയുകയാണ്. റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനായി പോകുന്ന ആ കാർഗോ വിമാനം കണ്ടോ, അത് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ നിങ്ങളെ മാക്സ് ക്ലംബിന്റെ അടുത്തേക്ക് എത്താൻ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കും. അതായിരുന്നു കൂണ് ആൻഡ്രൂക്ക് നൽകിയ ടാസ്ക്. വയർലെസ് ഫോണിലെ കൂടി മറ്റൊരു കാറിൽ ഇരിക്കുന്ന ഗാരറ്റിനോട് ഈ കാര്യം ആൻഡ്രൂ പറഞ്ഞു. കൂണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ അയാള് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ആൻഡ്രൂ വിട്ടിട്ടില്ല. അവനും ഇരുത്തിക്കൊണ്ട് ആൻഡ്രൂ കാർ എടുക്കുകയാണ്. പിന്നീട് ആ രണ്ട് കാർസും വളരെ വേഗത്തിൽ എയർപോർട്ടിലെ റൺവേയിലേക്ക് ഇടിച്ചു കയറി. അവരെ പിടികൂടാനായിട്ട് പോലീസ് പിന്നാലെ വരുന്നുണ്ട്. എന്നാൽ അതിസാഹസികമായിട്ടാണ് അവര് രണ്ടുപേരും കാറുകൾ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു പോലീസ് കാർ ക്രാഷ് ആയി മറ്റേ പോലീസ് കാറിനെയും ആൻഡ്രൂ കബളിപ്പിച്ചുകൊണ്ട് ക്രാഷ് ആക്കുകയാണ്. ഇവിടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായി വരുമ്പോൾ ഗാരറ്റ് ഫ്ലൈറ്റിന്റെ നേർക്ക് കാർ വളരെ വേഗത്തിൽ ഓടിക്കുന്നത് കാണാം. ആ ഫ്ലൈറ്റിനെ സ്ലോ ആക്കാനും പറ്റുന്നില്ല. എന്നാൽ അത് നിർത്തിയാൽ മാത്രമേ അവർക്ക് മാക്സ് ക്ലംബിനെ കാണാൻ സാധിക്കൂ. അപ്പോൾ ഗാരറ്റ് സൺറൂഫ് പകുതി ഓപ്പൺ ചെയ്യുകയാണ്. ആ പകുതി കൊണ്ട് ഫ്ലൈറ്റിന്റെ എഞ്ചിനിൽ ക്രാഷ് ചെയ്തു. അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് അവർ ആ വിമാനം സ്റ്റോപ്പ് ചെയ്തത്. ശേഷം ആ കാർഗോ വിമാനം കൂൺ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിന്റെ അകത്തുള്ള സാധനങ്ങൾ മാക്സ് ക്ലംബിന്റെയാണ്. അതായത് അവർ ഇപ്പോൾ ഇവിടെ ക്രാഷ് ചെയ്തത് വേറെ ആരുടെയും വിമാനമല്ല, മാക്സ് ക്ലംബിന്റെ സ്വന്തം കാർഗോ വിമാനമാണ്. കൺഗ്രാറ്റ്സ്. ഇനി മാക്സ് ക്ലംബിനെ കാണാൻ നിങ്ങൾ ആരുടെയും അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, അവൻ നിങ്ങളെ തന്നെ തേടി വന്നോളും എന്ന് കൂൺ പറയുകയാണ്. അങ്ങനെ അവരെ മാക്സ് ക്ലംബ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇനി എന്തിനാണ് അവര് മാക്സ് ക്ലംബിനെ കാണാനായി പോയത്? അങ്ങേരുടെ കാറ് മോഷ്ടിക്കാൻ എന്തിന് അങ്ങേരെ നേരിട്ട് കാണണം? അപ്പോൾ ഇവിടെയാണ് ബുദ്ധിപരമായിട്ട് ആൻഡ്രൂവും ഗാരറ്റും പ്ലാൻ ചെയ്തത്. അവര് മാക്സിനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം മാക്സുമായിട്ട് ഡീൽ ചെയ്യുകയാണ്. അതായത് താങ്കൾ ആഗ്രഹിക്കുന്ന ഏത് ഫെറാറി കാർസും ഞങ്ങൾക്ക് താങ്കൾക്കായി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. താങ്കളെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ മാക്സ് ക്ലംബ് അവരുടെ ഡീൽ സമ്മതിച്ചു. അവർ പോകുന്ന സമയം കൂടെയുള്ള ലോറന്റ് മാക്സിനോട്, സർ ഞാൻ സാറിന്റെ വലിയ ഒരു ഫാനാണ്, സാറിന്റെ കൈവശം ഒരുപാട് ഫെറാറി കാർസ് ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്ന് അതൊക്കെ ഞങ്ങളെ കൂടി കാണിക്കാമോ? അപ്പോൾ മാക്സ് ലോറന്റിന്റെ അടുത്ത് വന്ന് ചോദിക്കാണ്, നീ ആരാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചോ? നീ ജാക്കോമോ മോറിയറിന്റെ സഹോദരനാണ് അല്ലേ? അതെ, ഞാൻ ജാക്കോമോന്റെ സഹോദരനാണ്. എന്നാൽ ഞാനും എന്റെ സഹോദരനും ശത്രുക്കളാണ്. സകല സ്വത്തുക്കളുടെയും അവകാശി അവൻ മാത്രമാണ്. എന്നെ ഒരു ബിസിനസ്സിലും അവൻ അടുപ്പിക്കാറില്ല. അതുകൊണ്ട് അവനുമായിട്ട് ഞാൻ ശത്രുതയിലാണ് എന്നൊക്കെ ലോറന്റ് മാക്സ് ക്ലംബിനോട് പറഞ്ഞു. അതിനുശേഷം അവരെ തന്റെ കാർ കളക്ഷൻസ് കാണിച്ചു കൊടുക്കാനായി മാക്സ് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ളതൊക്കെ അത്രത്തോളം റെയർ ആയിട്ടുള്ള ഫെറാറി കാറുകളാണ്. അതൊക്കെ കണ്ട് ഇവര് ശരിക്കും അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ടായിരിക്കും ഈ കാറുകളൊക്കെ അവര് നേരിട്ട് കാണുന്നത് തന്നെ. കാരണം ഇതൊക്കെ അത്രത്തോളം റെയർ കാർസ് ആണ്. മാക്സ് ക്ലംബ് തന്റെ ഗാരേജിലെ സെക്യൂരിറ്റി ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു കാറിന്റെ സൈഡ് മിററിലേക്ക് കൂടി ആ നമ്പർ ആൻഡ്രൂ നോക്കി വെച്ചിട്ടുണ്ട്. ഗാരറ്റ് ഇവിടെ നോക്കുന്ന ഈ കാറാണ് അവര് മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഫെറാറി GTO 250. എന്തായാലും അവര് അവിടുന്ന് പോകുമ്പോൾ ആൻഡ്രൂ നോക്കിയ ആ സെക്യൂരിറ്റി നമ്പർ ഒരു പേപ്പറിൽ എഴുതി വെച്ച് സ്റ്റെഫനിക്ക് നൽകുന്നുണ്ട്. സോ ഇവിടെ അവർ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ ഡെവിനെ രണ്ട് ആൾക്കാർ വന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. സോ ഇവര് രണ്ടുപേരും ഇന്റർപോൾ ഏജന്റ്സ് ആണ്. യൂറോപ്പിൽ നടന്ന പല ആഡംബര കാറുകളുടെ മോഷണത്തിന് പിന്നിൽ ആൻഡ്രൂവും ഗാരറ്റുമാണ് എന്ന് ഈ ഇന്റർപോൾ ഏജന്റ്സിന് സംശയമുണ്ട്. അത് അന്വേഷിക്കാനാണ് അവർ ഇവിടെ എത്തിയത്. ലോറന്റിനോട് അവര് പേര് ചോദിച്ചപ്പോൾ ലോറന്റ് സൈമൺ എന്ന ഫേക്ക് പേരാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ആ രണ്ട് ഇന്റർപോൾ ഏജന്റ്സ് അവിടുന്ന് പോകുന്നത്. ജാക്കോമോന്റെ സഹോദരൻ ലോറന്റ് അവർക്ക് ഒരു തലവേദനയാണ്, അവൻ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വഷളാവും എന്നൊക്കെ ഗാരറ്റ് ആൻഡ്രൂവിനോട് പറയുന്നുണ്ട്. കാരണം ലോറന്റ് ചെയ്യുന്ന പല കാര്യങ്ങളും മണ്ടത്തരമാണ്. അവന്റെ മണ്ടത്തരം കാരണം നമ്മൾ പിടിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. എന്തായാലും ഇവിടെ അവർക്ക് ജാക്കോമോ നൽകിയ ഒരു ആഴ്ച അവസാനിച്ചു. ഇവിടെ ഒരു ദിവസം സ്റ്റെഫനി മാർക്കറ്റിൽ തനിച്ച് വന്നതാണ്. അപ്പോൾ അവിടെ സ്റ്റെഫനിയെ ഫ്രാങ്ക് വന്ന് പിടികൂടി. നിലവിളിച്ചാൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും എന്ന് അവൻ സ്റ്റെഫനിയെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ സ്റ്റെഫനി അവിടെയുള്ള ഒരു കടയിൽ നിന്ന് ഒരു ആപ്പിൾ മോഷ്ടിക്കുകയാണ്. അപ്പോൾ ആ കടക്കാരനെ കള്ളൻ കള്ളൻ എന്ന് ഒച്ചത്തിൽ വിളിച്ചു. അങ്ങനെ ഫ്രാങ്കിനെ ഡിസ്ട്രാക്ട് ചെയ്ത് സ്റ്റെഫനി ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ ഓടി രക്ഷപ്പെടുമ്പോൾ മറ്റൊരാളുടെ മുന്നിൽ സ്റ്റെഫനി ചെന്നുപെട്ടു. ഇവിടെ ആൻഡ്രൂവും ഗാരറ്റും നടന്നു പോകുമ്പോൾ അവരെ പിടികൂടാനായിട്ടും ജാക്കോമോന്റെ ആൾക്കാർ വരുന്നുണ്ട്. അവർ ഇവരെ രണ്ടുപേരും വെടിവെച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിസാഹസികമായിട്ട് തന്നെ അവര് രണ്ടുപേരും പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു. അവര് തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നപ്പോൾ ഡെവിൻ ആ കാര്യം പറയുകയാണ്. അതായത് ജാക്കോമോന്റെ ആൾക്കാർ സ്റ്റെഫനിയെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റെഫനിയെ രക്ഷിക്കാനായി രണ്ടും കൽപ്പിച്ച് ആൻഡ്രൂവും ഗാരറ്റും ജാക്കോമോ മോറിയറിന്റെ പാലസിലേക്ക് ചെല്ലുകയാണ്. ജാക്കോമോന്റെ
ആൾക്കാർ അവരെ കൂട്ടി ജാക്കോമോന്റെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ സ്റ്റെഫനിയെ ഒരു കാറ് പൊക്കി വെച്ച് കാറിന്റെ ടയറിന്റെ താഴെയായിട്ട് കെട്ടിയിട്ട് കിടത്തിട്ടാണുള്ളത്. കാറിന്റെ ടയർ സ്പിൻ ആവുന്നുമുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നത് ലോറന്റ് ആണ്. അവൻ അത് മുഴുവനായും താഴ്ത്തിയാൽ സ്റ്റെഫനിയുടെ മുഖത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ജാക്കോമോ പറയാണ്, നിങ്ങൾക്ക് ഞാൻ തന്ന ഒരാഴ്ച സമയം അവസാനിച്ചു, ഇതുവരെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് ഇതേ ഉള്ളൂ വഴി. അപ്പോൾ ആൻഡ്രൂ പറയാണ്, നാളെ ഒരൊറ്റ ദിവസം മതി ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ആ കാർ ഇവിടെ എത്തിച്ചിരിക്കും. സോ ആൻഡ്രൂ തന്റെ ടീംമേറ്റ്സിനെ കൂട്ടി ജാക്കോമോന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവരുടെ നാളത്തെ പ്ലാന് പറയുകയാണ്. ഇന്ന് രാത്രി അവര് പോലീസിനെയും ഫോഴ്സിനെയും ഡിസ്ട്രാക്ട് ചെയ്ത് അവരുടെ വാഹനങ്ങൾ മോഷ്ടിക്കും. നാളെ ആ വാഹനങ്ങളുമായി മാക്സിന്റെ വീട്ടില് റെയ്ഡ് നടത്തുന്നത് പോലെ ഞങ്ങൾ ചെല്ലും. സ്വാഭാവികമായിട്ടും മാക്സ് അവിടുന്ന് രക്ഷപ്പെടും. അതായത് ആ വീട് ഞങ്ങൾക്ക് ഫ്രീ. ആ സമയം കൊണ്ട് ഞങ്ങൾ ആ കാർ മോഷ്ടിച്ച് സ്ഥലം വിടും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ. എന്നാൽ അവര് പ്ലാൻ ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഒരു ഹെലികോപ്റ്റർ വന്നു. ആൻഡ് ആ ഹെലികോപ്റ്റർ വേറെ ആരുടെയുമല്ല, മാക്സ് ക്ലംബിന്റെയാണ്. മാക്സ് അവിടെ വന്ന് ജാക്കോമോനോട് പറയാണ്, നീ എന്താ കരുതിയത് ഞാൻ വെറും ഒരു മണ്ടനാണ് എന്നോ? നിന്റെ സഹോദരൻ എന്റെ പ്രോപ്പർട്ടിയിൽ കാല് കുത്തിയ അന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ് നിങ്ങൾ എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. എന്നാൽ ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ ഒരു പ്ലാനും നടക്കാനായിട്ട് പോകുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് മാക്സ് അവിടുന്ന് ചെന്നു. അപ്പോൾ ജാക്കോമോക്ക് നല്ല വാശിയായി. എന്ത് വന്നാലും സാരമില്ല, നാളെ തന്നെ ആ കാർ നമ്മൾ മോഷ്ടിച്ചിരിക്കണമെന്ന് ജാക്കോമോ ആൻഡ്രൂവിനോടും ഗാരറ്റിനോടും പറഞ്ഞു. എന്തായാലും ജാക്കോമോ സ്റ്റെഫിനെ വിട്ടുകൊടുത്തിട്ടില്ല. പുള്ളിക്കാരിയെ ജാക്കോമോന്റെ പാലസിലെ ഒരു മുറിയിൽ അടച്ചിട്ടാണുള്ളത്. ആ ഡോർ തുറക്കണമെങ്കിൽ സെക്യൂരിറ്റി കാർഡ് വേണം. അന്ന് രാത്രി ആൻഡ്രൂ, ഗാരറ്റ് കൂടെ ലോറന്റും ഉണ്ട്. അവര് ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും ആ ഇന്റർപോൾ ഏജൻസ് വന്നു. നീ എന്താണ് പറഞ്ഞത്? നിന്റെ പേര് സൈമൺ എന്നോ? നീ ജാക്കോമോന്റെ സഹോദരനാണ് എന്ന് ഞങ്ങൾക്കറിയാം. തെളിവ് സഹിതം ഞങ്ങൾ നിന്നെയും നിന്റെ സഹോദരനും അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ആ ഇന്റർപോൾ ഏജൻസ് പോകുന്നത്. ഇവനെ ഇനിയും കൂടെ നിർത്തിയാൽ കാര്യങ്ങൾ വഷളാവും എന്ന് മനസ്സിലാക്കിയ ആൻഡ്രൂ ലോറന്റിനെ ഇടിച്ച് പഞ്ഞിക്കിടുകയാണ്. അന്ന് രാത്രി ഗാരറ്റും ഡെവിനും സംസാരിക്കുകയാണ്. ഗാരറ്റിന്റെ ഏറ്റവും ഫേവറേറ്റ് കാർ ഫെറാറി 166 ആണ്. അതിനെക്കുറിച്ചൊക്കെ ഗാരറ്റ് ഡെവിനോട് പറയുന്നുണ്ട്. അതേപോലെ ആ രാത്രി അവര് രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും ചെയ്തു. ഇവിടെ പാലസിലുള്ള സ്റ്റെഫനിയുടെ മുറിയിലേക്ക് ലോറന്റ് വന്നു. അവന്റെ കയ്യിലാണ് ആ മുറിയിലെ സെക്യൂരിറ്റി കാർഡ് ഉള്ളത്. അവൻ ആ മുറിയിൽ വന്നപ്പോൾ അവൻ തന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി സ്റ്റെഫനി ഒരു ട്രിക്ക് ഉപയോഗിച്ചു. ആൻഡ്രൂവിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റെഫനി ലോറന്റിനെ അപമാനിച്ചു. അപ്പോൾ ലോറന്റ് സ്റ്റെഫനിയെ തല്ലുകയാണ്. ഈ സമയം അവൻ അറിയാതെ അവന്റെ പോക്കറ്റിൽ നിന്ന് ആ സെക്യൂരിറ്റി കാർഡ് സ്റ്റെഫനി എടുത്തിട്ടുണ്ട്. അതായത് ഇനി പുള്ളിക്കാരിക്ക് ആ ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്താലും അകത്തുനിന്ന് തുറക്കാനേ സാധിക്കും. സോ ഇന്നാണ് അവരുടെ മിഷൻ നടക്കുന്ന ദിവസം. നമ്മുടെ കയ്യിൽ ആ കാർ കിട്ടിയാൽ ഒന്നിനെയും വെറുതെ വിടേണ്ട, എല്ലാത്തിനെയും കൊന്നേക്ക് എന്ന് ഫ്രാങ്കിനോട് ജാക്കോമോ പറയുന്നുണ്ട്. ഇവിടെ ഡെവിന് ഒരു ബസ് ഡ്രൈവറിനെ പോയി അറിയാതെ ഇടിക്കുന്നത് പോലെയാക്കി. ആ സമയം ഡ്രൈവറിന്റെ ബസ്സിന്റെ താക്കോല് ഡെവിന് മോഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി ആ ബസ്സുമായി വിട്ടു. എന്നിട്ട് ആ ബസ്സുമായി ആൻഡ്രൂവിനെയും ഗാങ്ങിനെയും കൂട്ടാനായി ഡെവിൻ എത്തിയിട്ടുണ്ട്. ആ സമയം സ്റ്റെഫിനി സെക്യൂരിറ്റീസ് ആരും കാണാതെ തന്നെ പൂട്ടിയിട്ട മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ജാക്കോമോ ഫ്രാങ്കും സഞ്ചരിക്കുന്ന കാർ ആ ഇന്റർപോൾ ഏജൻസ് ബ്ലോക്ക് ചെയ്തു. ഇനിയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആൻഡ്രൂവും ഗാരറ്റും കാറ് മോഷ്ടിക്കാനായിട്ട് പോകുന്നത് മാക്സ് ക്ലംബിന്റെ സ്ഥലത്തേക്കാണ് എന്നാണ് നമ്മുടെ വിചാരം. അവിടെയാണ് ട്വിസ്റ്റ്. ഇവിടെ ഇന്റർപോൾ ഏജൻസും ജാക്കോമോനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ജാക്കോമോക്ക് ചില സംശയങ്ങൾ തോന്നി. അങ്ങനെ ജാക്കോമോ ആ ഇന്റർപോൾ ഏജൻസിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. അതേപോലെ അതിലെ ഒരു ഏജന്റിനെ കയ്യിൽ ജാക്കോമോ ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ട് അവരവിടുന്ന് സ്ഥലം വിട്ടു. ഇവിടെ ആൻഡ്രൂ ഗാങ് എത്തിയിട്ടുള്ളത് ജാക്കോമോന്റെ പാലസിലേക്കാണ്. അവിടെ അവർക്ക് അകത്തേക്ക് കയറാനായി ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് സ്റ്റെഫനിയാണ്. അതായത് ഇതൊക്കെ അവരുടെ മാസ്റ്റർ പ്ലാൻ ആണ്. അവരുടെ ലക്ഷ്യം മാക്സിന്റെ ഫെറാറി അല്ല, പകരം ജാക്കോമോന്റെ ബുഗാട്ടിയും അതേപോലെ മറ്റു കാർ കളക്ഷൻസുമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ജാക്കോമോ തിരിച്ച് തന്റെ വീട്ടിലേക്കാണ് വേഗത്തിൽ പോകുന്നത്. ജാക്കോമോന്റെ ഗ്യാരേജിലെ ഗേറ്റ് ലിയോൺ എന്ന ബോംബ് സ്പെഷ്യലിസ്റ്റ് ബോംബ് വെച്ച് തകർത്തു. അതിനുശേഷം അവിടെയുള്ള ബുഗാട്ടി ഉൾപ്പെടെയുള്ള സകല കാർസുമായി അവർ സ്ഥലം വിടുകയാണ്. ജാക്കോമോന്റെ ഗുണ്ടകളുടെ കാർസും ലിയോൺ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. ആ ഇന്റർപോൾ ഏജൻസ് ആൻഡ്രൂവിനെ കോൾ ചെയ്ത് ഏത് വഴിയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് പറഞ്ഞു. അതായത് ഇവന്മാരെ ആക്ച്വലി ഇന്റർപോൾ ഏജൻസ് ഒന്നുമല്ല, നമ്മുടെ ആൻഡ്രൂവിന്റെയും ഗാരറ്റിന്റെയും ടീമിലെ മറ്റു അംഗങ്ങളാണ്. അത്രത്തോളം ബുദ്ധിപരമായിട്ടാണ് അവർ ഇവിടെ ഈ മോഷണം പ്ലാൻ ചെയ്തത്. അവർ കാറുകളുമായി രക്ഷപ്പെടുമ്പോൾ ആൻഡ്രൂ കാർ നിർത്തുകയാണ്. എന്നിട്ട് താൻ സ്റ്റെഫനിയെ പ്രപ്പോസ് ചെയ്യാനായി വാങ്ങിയ റിംഗ് പുറത്തെടുത്തു. എന്നിട്ട് ആൻഡ്രൂ സ്റ്റെഫനിയെ പ്രപ്പോസ് ചെയ്തു. പുള്ളിക്കാരി സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ തന്റെ കാർ മോഷിച്ചു പോകുന്നവരുടെ പിന്നാലെ ജാക്കോമോ ചേസ് ചെയ്യുന്നൊക്കെയുണ്ട്. ഇനി ഈ ചേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ജാക്കോമോന്റെ സഹോദരൻ ലോറന്റ് തോക്ക് പുറത്തെടുത്ത് ആൻഡ്രൂവിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. എന്നാൽ മറ്റേ ട്രാക്കിലെ കൂടി ഒരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു. ആ ട്രക്കിൽ ലോറന്റിന്റെ കാർ ക്രാഷ് ആയി അവൻ മരണപ്പെട്ടു. സോ ഇവര് ഈ കാർസുമായി പോകുന്നത് ഹാർബറിലേക്കാണ്. ഹാർബറിൽ നിന്ന് ഷിപ്പിൽ കയറ്റി ആ കാറുകൾ നാട് കടത്താനാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ
ബാക്കി കാർസ് ഒക്കെ ഷിപ്പിൽ കയറ്റിയിട്ടുണ്ട്. ജാക്കോമോയും ഹാർബറിൽ അവരെ പിടികൂടനെ എത്തിയിട്ടുണ്ട്. അവരെ പിടികൂടാനല്ല, അവരെ കൊല്ലാനാണ് ജാക്കോമോന്റെ ഉദ്ദേശം. സോ ആ 2 കാറിൽ നിന്നായിട്ടും ആൻഡ്രൂവും ഗാരറ്റും പുറത്തിറങ്ങി. അപ്പോൾ അവരെ രണ്ടുപേരും ഇടിച്ച് കൊല്ലാൻ വേണ്ടി ജാക്കോമോ വളരെ വേഗത്തിൽ കാറിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ഒരു ബസ് വളരെ വേഗത്തിൽ വന്ന് ജാക്കോമോന്റെ കാറിൽ ഇടിച്ചു. ആ കാർ കത്തിപ്പോവുകയും കാറിലുണ്ടായ ജാക്കോമോ മോറിയറും ഫ്രാങ്കും മരണപ്പെട്ടു. സോ ആ ബസ് ഓടിച്ചത് വേറെ ആരുമല്ല, ഡെവിൻ ആണ്. ഫൈനലി അവര് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ കാർസും ഷിപ്പിൽ കയറ്റി. ആ ഷിപ്പിൽ ആ ഫേക്ക് ഇന്റർപോൾ ഏജൻസും വന്നിട്ടുണ്ട്. ഇനി വലിയ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ കാർസ് ഒക്കെ മോഷ്ടിച്ചത്? വേറെ ആർക്ക് വേണ്ടിയുമല്ല, മാക്സ് ക്ലംബിന് വേണ്ടിയാണ്. ആൻഡ്രൂ ആ ബുഗാട്ടിയുടെ താക്കോല് മാക്സ് ക്ലംബിന് നൽകുന്നതായി കാണാം. മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവരുള്ളത് പാരീസിലാണ്. ആൻഡ്രൂയും സ്റ്റെഫനിയും വിവാഹിതരായി. ഗാരറ്റ് ഇവിടെ ആരെയോ കാത്തു നിൽക്കുകയാണ്. വേറെ ആരെയുമല്ല, അവന്റെ കാമുകയായ ഡെവിനെയാണ്. ഡെവിൻ ഇവിടെ വന്നത് ഗാരറ്റിന്റെ ഫേവറേറ്റ് കാറായ ഫെറാറി 166ഉമായിട്ടാണ്. അത് കണ്ടപ്പോൾ ഗാരറ്റിന് ഒരുപാട് സന്തോഷമായി. ആ കാർ ഡെവിന് ഗാരറ്റിന് സമ്മാനിക്കുകയും ചെയ്തു. കഥയുടെ അവസാനം അവർ അവരുടെ അടുത്ത മിഷൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.